ചിങ്ങമാസത്തിൽ ഭാഗവതം വായിക്കാൻ തുടങ്ങാം. ഈ അറിവുകൾ നമ്മളൊപ്പം നശിച്ചു പോകാതെ മറ്റുള്ളവർ പകരാൻ ഒന്നിൽ പുസ്തക രൂപേണ അല്ലെങ്കിൽ വായു രൂപേണ പറഞ്ഞു കൊടുക്കുക. ഞാനെന്ന ഭാവം എപ്പോൾ വന്നോ അപ്പോൾ നമ്മൾ താഴേക്ക് നശിച്ചു കൊണ്ടിരിക്കുന്നു അർത്ഥം. തിരുവോണത്തിന് 10 ദിവസം പുഷ്പങ്ങളിടും, പൂക്കള് മുറ്റത്ത് പൂടും. സ്ത്രീകളാണെങ്കിൽ സുമംഗലികളായി പൊട്ടുകൊട്ടിട്ട് വേണം പൂക്കളം ഇടാൻ, കിഴക്കോട്ട് തിരിഞ്ഞ് വേണം പൂവിടാൻ. നമസ്കാരം. 1202 ആണ്ട് ചിങ്ങമാസം വരികയായി. വിളവെടുപ്പിൻ്റെയും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും മനസമാധാനത്തിൻ്റെയും ഒരു പുതിയ വർഷമാണ് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്ന മാസം വരാൻ പോവുകയാണ്. അതായത് 2026 ആഗസ്റ്റ് 17 രാവിലെ 7:50 അതിൻ്റെ സംക്രമ സമയം. സംക്രമം സമയം എന്ന് പറഞ്ഞാൽ കർക്കിടകൻ രാശിയിൽ നിന്നും ആദിത്യൻ ചിങ്ങൻ രാശിയിലേക്ക് കടക്കുന്ന ആ സമയത്തിലാണ് സംക്രമം എന്ന് പറയുന്നത്. ആ സംക്രമണ സമയമാണ് ഈ പറഞ്ഞത്. അപ്പോൾ കർക്കിടക മാസത്തിൽ ഒരുപാട് വിശേഷങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഇതെല്ലാം കഴിഞ്ഞു. നമ്മൾ സന്തോഷമായിട്ട് ചിങ്ങമാസത്തെ വരവേൽക്കാൻ പോവുകയാണ്. സമ്പൽ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒരു ഐക്യത്തിൻ്റെയും ഒരു മാസമാണ് ചിങ്ങമാസം. അപ്പോൾ ചിങ്ങമാസത്തിൻ്റെ 1 തീയതി വരുന്നത് തിങ്കളാഴ്ച. തിങ്കളാഴ്ച എന്ന് പറഞ്ഞാൽ ഐശ്വര്യദായകമാണ്. തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ വളരെയധികം മഹാദേവനും പാർവതീ ദേവിക്കും ഇഷ്ടപ്പെട്ട ദിവസമാണ് തിങ്കളാഴ്ച. തിങ്കളാഴ്ച ശുഭ്രവസ്ത്രങ്ങളെ കൊടുത്ത് എല്ലാവരും ക്ഷേത്രങ്ങളിൽ പോകുന്നു. ഒന്നാമത് ചിങ്ങം 1 കാർഷിക ദിവസമാണ്. കാർഷിക വിളവെടുപ്പിൻ്റെ സന്തോഷമുള്ള ദിവസമാണ്. ആ ദിവസം വെള്ളവസ്ത്രങ്ങൾ, സെറ്റ് സാരി സെറ്റുടുത്തും വെള്ളവസ്ത്രങ്ങളെടുത്തും പൂമ്പാറ്റകളെ പോലെ കുട്ടികളായാലും വലിയവരായാലും വളരെ ആഹ്ലാദത്തോടെ ക്ഷേത്രങ്ങളിൽ പോകുന്നു. പക്ഷേ ഇത്തവണ ചിങ്ങമാസം 1 തീയതി വരുന്നത് ചിത്തിര നക്ഷത്രത്തിലാണ്. അവിട്ടം, ചിത്തിര, മകയിരം ഈ നക്ഷത്രങ്ങളുടെ നാഥൻ ചൊവ്വയാണ്. ചൊവ്വ കലഹപ്രിയനാണ്. ചൊവ്വ ആയതുകൊണ്ട് യുദ്ധങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും രാജ്യത്തിനും നാട്ടിനും കേരളത്തിനും എല്ലാം വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ആദ്യകാലങ്ങളിൽ ഹോമങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു. ഇപ്പം അതൊന്നും കാണുന്നില്ല. അതൊക്കെ ചെയ്താൽ വളരെ നല്ലതാണ്. അപ്പം നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് വ്യക്തിപരമായിട്ടൊരു കുടുംബക്കാർക്ക് ചെയ്യാൻ പറ്റിയ എന്താണ്? നാടിനോ ജനങ്ങൾക്കോ വേണ്ടി നമുക്ക് പറയാൻ ഇത്രേ പറ്റുള്ളൂ. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റിയ എന്താണ്? അന്ന് ഗണപതി ഹോമം നടത്തുക. ചിങ്ങമാസം 1 തീയതി ഗണപതി ഹോമം നടത്തുക. പറ്റുന്നവരെല്ലാം ശബരിമല ദർശനം നടത്തുക. ഭദ്രകാളി ക്ഷേത്രത്തിൽ പോവുക. ശിവപാർവതിമാരുടെ ക്ഷേത്രത്തിൽ പോവുക. തിങ്കളാഴ്ച ദിവസമാണ്. മഹാദേവന് ധാര, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ഇതൊക്കെ ചെയ്താൽ വളരെ നല്ലതാണ്. അതേപോലെ സമ്പൽ സമൃദ്ധിയുടെ പാൽപ്പായസം നിവേദിക്കുക ഭഗവാനെ. പാൽപ്പായസം പോലെ നമുക്ക് വരട്ടെ എല്ലാ കാര്യങ്ങളും എന്ന പ്രതീക്ഷയോടെ പാൽപ്പായസം നിവേദിക്കുക. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. ഇങ്ങനെ നമ്മൾ മഹാക്ഷേത്രങ്ങളിൽ പോയി ദർശനം നടത്തുകയും ചെയ്യുന്നതും ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും വളരെയധികം നല്ലതാണ്. ഈ ചിത്തിര, അവിട്ടം, മകയിരം നക്ഷത്രക്കാർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ്. അതായത് 1 തീയതി വന്നാൽ ശിരോരോഗം രാജവാർത്ത എന്നൊരു ശ്ലോകം തന്നെ പറഞ്ഞിട്ടുണ്ട്. ശിരോരോഗം എന്നാൽ തലവേദന ഉണ്ടാവാം, ബുദ്ധിമുട്ടുണ്ടാവാം. രാജവാർത്ത അതായത് നമുക്ക് ഈ ഓഫീസുകളിൽ നിന്നും നമുക്ക് നല്ലതല്ലാത്ത വർത്തമാനങ്ങൾ കേൾക്കേണ്ടി വരും. ഇതിനൊക്കെ പരിഹാരമായിട്ട് ശിവക്ഷേത്രത്തിൽ ധാര, മൃത്യുഞ്ജ കരിക്ക് കൊണ്ട് ധാര കഴിക്കുക. പാല് കൊണ്ട് അഭിഷേകം ചെയ്തൊക്കെ വളരെ നല്ലതാണ്. കരിക്ക് അഭിഷേകം ചെയ്യാം. മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിക്കാം. മഹാദേവനും നന്ദിക്കും ഓരോ കൂവളമാല സമർപ്പിക്കാം. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ ആ ദോഷങ്ങൾക്ക് പരിഹാരമാവും. അതുപോലെ ചിത്ര നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. അന്നത്തെ ദിവസം മൃത്യുഞ്ജയ ഹോമം ചെയ്യേണ്ടതാണ്. ശിവക്ഷേത്രത്തിൽ ഒരു മൃത്യുഞ്ജയ ഹോമം ചെയ്യേണ്ടതാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രത്തിൽ മഹാസുദർശന പുഷ്പാഞ്ജലി കഴിക്കുക. കുടുംബക്ഷേത്രങ്ങളിൽ പൂമാല, നെയ്വിളക്ക്, പായസം ഇതെല്ലാം നമ്മൾ അന്നേ ദിവസത്തേക്ക് ഏർപ്പാടാക്കുക. കുടുംബക്ഷേത്രം ദൂരെയാണെങ്കിലും ചെയ്യാമല്ലോ. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം കുളിച്ച് ശുദ്ധമായി ശുഭ്രവസ്ത്രങ്ങളെ കൊടുത്ത്, വെള്ളവസ്ത്രമോ സെറ്റ് സാരിയോ സെറ്റ് മുണ്ടോ കൊടുത്ത് ക്ഷേത്രത്തിൽ പോയി തൊഴുത് ഈ വക വഴിപാട് കഴിക്കുക. ഏത് ക്ഷേത്രത്തിൽ പോയാൽ നെയ്വിളക്ക് കത്തിക്കാം. ഈ വക വഴിപാടുകളൊക്കെ കഴിച്ച് വീട്ടിൽ വന്ന് സമാധാനമായിട്ട് അന്ന് കോവയ്ക്ക, പാവയ്ക്കൊന്നും വെക്കരുത്, വാങ്ങിക്കരുത്. കോവയ്ക്ക, പാവയ്ക്ക, കുമ്പളങ്ങയൊന്നും വാങ്ങിക്കരുത്. അത് വയ്ക്കാനും പാടില്ല. നല്ല വളരെ സാത്വികമായ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി സാത്വികമായ ഭക്ഷണം കഴിച്ച് അന്നത്തെ ദിവസം ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ കർക്കിടക മാസം മുഴുവൻ രാമായണം വായിച്ചവർ
അന്നാണ് ഭഗവാൻ അഭിഷേകം ചെയ്യാൻ പോകുന്നത്. അഭിഷേകം ഭഗവാൻ ഫോട്ടോയാണെങ്കിൽ അഭിഷേകം ചെയ്യണ്ട, അപ്പോൾ സങ്കല്പിച്ചാൽ മതി. അപ്പം അതിനെന്താ ചെയ്യേണ്ടത്? നമ്മൾ പായസം ഇതൊക്കെ വെച്ച് ഭഗവാന് പട്ടാഭിഷേകം, അതായത് രാമായണത്തിലെ പട്ടാഭിഷേകം എന്നുള്ള ഭാഗം നമ്മൾ വായിക്കുന്നു. ആ പുസ്തകവും അതെല്ലാം എടുത്ത് മാറ്റിവെക്കുന്നു. ഈ 31 ദിവസവും നമ്മൾ വച്ചിരുന്ന ആ സ്റ്റാൻഡ് അല്ലെങ്കിൽ ആ പലക, ആ തട്ടം മാറ്റുകയാണ്. അതിനകത്ത് വച്ചിരുന്ന ദശപുഷ്പങ്ങൾ, അതേപോലെ വാൽക്കണ്ണാടി, പുസ്തകങ്ങൾ, ഇതെല്ലാം അന്നത്തെ ദിവസം നമുക്ക് മാറ്റിവെക്കുന്നു. അങ്ങനെയുള്ള പൂജ, ആരതി ഒഴിഞ്ഞ് ഭഗവാൻ ആരതി ഒഴിഞ്ഞ് അവിൽ, മലർ, ശർക്കര, പായസം ഇതെല്ലാം നിവേദിക്കുക. തുളസിപ്പൂ പുഷ്പങ്ങൾ കൊണ്ട് ഭഗവാന് അർച്ചന നടത്തുക. ഈ പ്രസാദം എല്ലാവരും തൊടുക, ഈ പ്രസാദം എല്ലാവരും കഴിക്കുക. ഒരു ശുഭമായ ഗ്ലാസ്, ഒരു ശുദ്ധമായ ഒരു ഗ്ലാസ്സിൽ, ഒരു ബ്രൗസിലോ അല്ലെങ്കിൽ സ്റ്റീൽ വേണ്ട, ഗ്ലാസ്സിലോ ജലം വച്ച് ആ ജലം ഈ രാമായണം കഴിഞ്ഞ ശേഷം എല്ലാവരും ശകലേശ കഴിച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ ചിങ്ങമാസത്തിൽ നമ്മൾ പ്രത്യേകം ചിങ്ങമാസത്തിൽ ഭാഗവതം വായിക്കാൻ തുടങ്ങാം. അമ്മമാരെ, റിട്ടയർമെൻ്റ് ആയ അമ്മമാരെ ഇരിക്കുന്നവരെ, അവർക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതിരിക്കുകയാണെങ്കിൽ ഭാഗവതം വായിക്കാൻ തുടങ്ങാം. ചിങ്ങമാസത്തിൽ നമ്മൾ കർക്കിടക മാസത്തിൽ രാമായണം വായിച്ചു, നാരായണീയം വായിക്കും, നാരായണ എപ്പോഴും വായിക്കാം, ഭാഗവതം വായിക്കാം. മഹാഭാഗവതം, ഭഗവാൻ സ്വർഗലോകം പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ദൈവാദിനം, ആത്മാവ് ആ ദൈവാദിനം ഭാഗവതത്തിൽ വച്ചു എന്നാണ് സങ്കല്പം. ആ ഭാഗവതം വായിക്കാം, ഇതെല്ലാം കാര്യങ്ങൾ ചെയ്യാം. ഭാഗവതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്, ഇതെല്ലാം ചെയ്യാം. കുട്ടികൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കാം. ഇങ്ങനെ ഒരുപാട് നന്മകൾ ചെയ്ത് നമ്മൾ പറഞ്ഞു കൊടുത്താൽ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞാൽ മാത്രമേ അത് അറിയപ്പെടുന്നുള്ളൂ. നമ്മൾക്ക് ഒരുപാട് അറിവുണ്ടായിരിക്കാം, അറിവില്ലായിരിക്കാം. പക്ഷെ ഈ ചെറിയവൻ്റെ അറിവും അറിവ് തന്നെയാണ്, വലിയവൻ്റെ അറിവും അറിവ് തന്നെയാണ്. ഈ അറിവുകൾ നമ്മളൊപ്പം നശിച്ചു പോകാതെ മറ്റുള്ളവർ പകരാൻ ഒന്നിൽ പുസ്തക രൂപേണ അല്ലെങ്കിൽ വായ് രൂപേണ പറഞ്ഞു കൊടുക്കുക. പഴയ കാലത്ത് എൻ്റെ അച്ചാമ്മ പറഞ്ഞ കഥകളാണ് എനിക്ക് അറിവുള്ളത്, ആ കാര്യങ്ങളാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ എന്നുമാതിരി നമ്മൾ പുതിയ കുട്ടികൾക്ക് പറഞ്ഞു, ന്യൂക്ലിയർ ഫാമിലി ആണെന്ന് വിചാരിച്ചാലും അമ്മമാർക്ക് പറഞ്ഞു കൊടുക്കാം. ഇങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ വെക്കേഷനിൽ കുട്ടികളൊക്കെ വരും വീട്ടിൽ, അപ്പോൾ അവർക്കൊക്കെ കഥകൾ പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ ആ കുട്ടികളിൽ കൂടി അടുത്ത ജനറേഷനും നന്മകൾ വരും. അപ്പം ഇങ്ങനെ ചിങ്ങമാസത്തിൽ പ്രധാനപ്പെട്ട ഒരുപാട് സംഭവങ്ങളുണ്ട്. ചിങ്ങമാസത്തിൽ അത്ത നക്ഷത്രം, അതായത് വിനായക ചതുർത്ഥി വരുന്നു. പിന്നെ അത്തച്ചമയം, നമ്മുടെ ഓണത്തിന്, തിരുവോണം, മഹാബലിക്ക് കൊല്ലത്തിലൊരു ദിവസം പ്രജകളെ കാണാൻ വേണ്ടി വാമനമൂർത്തി അനുവദിച്ചിരിക്കുന്ന ദിവസമാണ് തിരുവോണം. ചിങ്ങമാസത്തിൽ തിരുവോണം. അപ്പോൾ ചിങ്ങമാസത്തിൽ തിരുവോണം വരാൻ കാരണം എന്താ? അതായത് നമ്മുടെ രാജ്യം മഹാബലി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കള്ളമില്ല, ചതിവില്ല, പാട്ട് കേട്ടിട്ടുണ്ടെല്ലാവരും, കള്ളത്തിനുമില്ല, ചതിവില്ല, പൊളികളില്ല, പോലീസിന്റെ ആവശ്യമില്ല. അപ്പോൾ കാരണം തെറ്റുകൾ ആരും ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുന്നു, ട്രാഫിക് നിയമങ്ങൾ കൃത്യമായിട്ട് പാലിക്കുകയാണെങ്കിൽ ട്രാഫിക് പോലീസിന്റെ ആവശ്യമില്ല, കോടതിയുടെ കാര്യമില്ല, കാരണം കറക്റ്റായിട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ നമ്മൾ നിയമങ്ങൾ പാലിക്കാതെ വരുമ്പോൾ നമുക്ക് പ്രശ്നം വരുന്നത് എന്ന് പറഞ്ഞ മാതിരി കള്ളത്തരമില്ല, ചതിവില്ല, ഒന്നുമില്ലാത്തൊരു കാലമായിരുന്നു. ആ കാലം കണ്ട് ഇന്ദ്രന് പോലും അസൂയ തോന്നി. അങ്ങനെയാണ് ഈ മഹാബലിക്കൊരു അഹങ്കാരമുണ്ടായിരുന്നു. ഞാനാണ് ഏറ്റവും വലിയ ദാനശീലൻ, എന്നെ കഴിഞ്ഞിട്ട് ആരുമില്ല. അഹങ്കാരം നല്ലതല്ല ആർക്കും. അഹങ്കാരം, ഞാനെന്ന ഭാവം എപ്പോൾ വന്നോ അപ്പോൾ നമ്മൾ താഴേക്ക് നശിച്ചുകൊണ്ടിരിക്കുന്ന അർത്ഥം, നമ്മുടെ ഇരിപ്പിടം നഷ്ടപ്പെടുന്ന അർത്ഥം. അതായത് നമ്മൾ നിൽക്കുന്ന കാലിൻ്റെ അടിയിലെ മണ്ണുകൾ ഇളകുന്നുള്ള അർത്ഥം. അഹംഭാവം ഒരു കാലത്ത് ഒരിക്കലും തോന്നാൻ പാടില്ല. അഹംഭാവം വന്നാൽ നമ്മുടെ സർവനാശമാണ് സംഭവിക്കുന്നത്. മഹാബലിക്ക് അഹങ്കാരം വന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് രാജ്യം നഷ്ടപ്പെട്ട് പാതാളത്തിൽ പോയിരിക്കേണ്ടതായിട്ട് വന്നത്. പക്ഷെ അദ്ദേഹം ഭക്തനായിരുന്നു. അതുകൊണ്ടാണ് മഹാവിഷ്ണു പറഞ്ഞു, കൊല്ലത്തിലൊരു പ്രാവശ്യം നീ നിന്റെ പ്രജകളെ കണ്ടോളൂ. അതാണ് ഓണം എന്നാണ് സങ്കല്പം. അപ്പോൾ തിരുവോണത്തിന് മഹാബലി വരവേൽക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യും നമ്മൾ? തിരുവോണത്തിന് 10 ദിവസം പുഷ്പങ്ങളിടും, പൂക്കൾ മുറ്റത്ത് പൂടും. ആദ്യത്തെ ദിവസം സിമ്പിളായിട്ടേ പൂടുള്ളൂ, വെള്ളപ്പൂക്കളോ പണ്ടൊക്കെ തുമ്പ ഇഷ്ടപ്പെടും, അപ്പോൾ തുമ്പപ്പൂക്കെ ഇട്ട് ഭംഗിയാക്കും. പിറ്റേ ദിവസം കുറച്ചും കൂടി ഭംഗിയാകും. മൂലം നക്ഷത്രം വരുമ്പോഴാണ് മൂല തിരിച്ചിടുക. മൂലം നക്ഷത്രം മൂല തിരിച്ചിടുന്നു. പിന്നെ അങ്ങോട്ട് പുറത്തേക്ക് കളവിട്ടുകൊണ്ടിരിക്കും. പൂരാടം, ഉത്രാടം, തിരുവോണം. അപ്പോൾ ഉത്രാടം ആകുമ്പോഴേക്കും നമ്മുടെ പടി വരെ പൂക്കളം എത്തിക്കഴിഞ്ഞു. എത്ര നീളമുള്ള മിറ്റുവാണെങ്കിലും അത്ര നീളത്തിൽ പോകും. ഉത്രാടത്തുനാൾ വൈകുന്നേരം ഇതെല്ലാം മാറ്റി നമ്മളെപ്പോഴും പൂക്കളിടുമ്പോൾ
ചാണകം മെഴുകിയിട്ട് വേണം ഇടാൻ. അപ്പം ചാണകം എവിടെ കിട്ടുമെന്ന് ചോദിക്കും. ആമസോണിൽ കിട്ടും, എവിടെയും കിട്ടിയിരിക്കും ചാണകം. അപ്പം നമുക്ക് വീട്ടിൽ പശു ഉണ്ടാവില്ല, എല്ലാവർക്കും പശു ഒന്നുമില്ല. പണ്ട് പശുവൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ചാണകം കിട്ടും, നമുക്ക് ശുദ്ധമായ ചാണകം ആമസോണിലൊക്കെ കിട്ടും. ആമസോണിലോ എവിടെയും കിട്ടും, അല്ലെങ്കിൽ എവിടെയുള്ളത് വെച്ചാൽ നമ്മൾ കളക്ട് ചെയ്ത് ഉണക്കി വയ്ക്കുക. അഥവാ ചാണകം കിട്ടാൻ യാതൊരു മാർഗ്ഗവും ഇല്ലെങ്കിൽ മഞ്ഞളും ഉപ്പും കൊണ്ട് തെളിക്കുക, മതി, അത് ധാരാളം മതി. എന്നിട്ട് എന്ത് ചെയ്യും, അവിടെ മെഴുകി നമ്മൾ പൂക്കളമിടുന്നു. നമ്മുടേതായ കലകൾക്കനുസരിച്ച് മനോഹരമായ രീതിയിൽ പൂക്കളമിടുന്നു. തലശ്ശേരി ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞത് തൃക്കാക്കരപ്പഴൊന്നുമില്ല, അവിടെ പൂക്കളിട്ട പൈസ ഇടും വന്ന ആൾക്കാർ. അത്രയ്ക്കും സന്തോഷമാണ് ഈ പൂ കാണുമ്പോൾ. അപ്പോൾ പൂക്കളമിട്ട് മനോഹരമായിട്ട് ശുദ്ധമായിട്ട് കുളിച്ചിട്ട് വേണം, കുളിച്ച് നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ട് വേണം. സ്ത്രീകളാണെങ്കിൽ സുമംഗലികളായി പൊട്ടുപൊട്ടിട്ട് വേണം പൂക്കളമിടാൻ. കിഴക്കോട്ട് തിരിഞ്ഞ് വേണം പൂവിടാൻ. ആദ്യം തുളസി ഇല വയ്ക്കുക, അതിനുശേഷമാണ് ബാക്കി പുഷ്പങ്ങളൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ഇടുന്നത്. പൂക്കളൊക്കെ ഇട്ട ശേഷം നമ്മൾ കയറി വന്ന് കാപ്പി കുടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. സന്തോഷമാണ്. ചീത്ത വർത്തമാനങ്ങൾ, ചീത്ത ദേഷ്യവാക്കുകൾ ഒന്നും തന്നെ വീട്ടിൽ ഉരിയാടാൻ പാടില്ല. മത്സ്യമാംസങ്ങൾ വാങ്ങിക്കാൻ പാടില്ല. കാരണം 10 ദിവസം അങ്ങനെയാണ്. അപ്പോൾ വാങ്ങിക്കാൻ ഇത് കഴിച്ചുകൂടാത്ത ആൾക്കാരെന്ന് വെച്ചാൽ അതിനെനിക്ക് ഉത്തരം പറയാനില്ല. കാരണം അങ്ങനെയാണ് 10 ദിവസം. നമ്മൾ ഓണം എന്ന് പറയുമ്പോൾ ഒരു തിരുവോണം എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ ജന്മദിനം ആയിട്ട് കണക്കാക്കുക, മഹാവിഷ്ണുവിൻ്റെ നക്ഷത്രമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഈ വാമനൻ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ വേറൊരു അവതാരമാണ്. അപ്പോൾ ആ മഹാവിഷ്ണുവിനെയും കൂടി ചേർത്താണ് നമ്മൾ വരവേൽക്കുന്നത്. അപ്പോൾ എൻ്റെ അച്ഛനൊക്കെ കണ്ടിട്ടുണ്ട്, 2 കളോടും, ഒന്ന് വടക്കുന്നാഥനും ഒന്ന് വിഷ്ണു. അപ്പോൾ വിഷ്ണു ശിവൻ എന്നാണ്. അപ്പോൾ 2 കളത്തിലും നമ്മൾ ദിവസവും പൂടാറുണ്ട്. കളമെഴുതി, കളമൊക്കെ എഴുതി, തുളസിയിലിട്ട് അതിന് മുകളിൽ പുഷ്പങ്ങളൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് പൂക്കളൊക്കെ ഇട്ട് വയ്ക്കുന്നു. അതാണ് ഓണത്തിൻ്റെ പൂക്കളം. അപ്പോൾ ഈ ഓണത്തിൻ്റെ നമുക്ക് എന്തൊക്കെയാണ് അത്തം തുടങ്ങി ഓരോ ദിവസങ്ങളും നമ്മൾ എന്തൊക്കെയാണ് പ്രത്യേകത. അത്തം നക്ഷത്രം എന്ന് പറയുമ്പോൾ ചന്ദ്രൻ്റെ നക്ഷത്രമാണ്. ചന്ദ്രന് പ്രാധാന്യമുള്ളതാണ് അത്തം എന്ന് പറയുമ്പോൾ. രോഹിണി, അത്തം, തിരുവോണം ചന്ദ്രനോട് പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ ആ ദിവസം എന്താഴ്ചയായാലും ശുഭ്രവസ്ത്രങ്ങൾ ഉടുക്കുക അത്തത്തിന്. നമ്മൾ അത്തം നക്ഷത്രം തുടങ്ങി തിരുവോണം വരെ നീണ്ടു നിൽക്കുന്ന 10 ദിവസമാണ് ഓണാഘോഷം. ഈ 10 ദിവസവും ഓണം ആഘോഷിക്കുന്നവരുണ്ട്. ഊഞ്ഞാലാടിയും കൈകൊട്ടി കളിച്ചും എന്ന് വേണ്ട വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ ആഘോഷിക്കുന്ന ഓണം. എല്ലാവരും വെക്കേഷന് കുട്ടികളൊക്കെ വരുന്നു, എല്ലാവരുടെയും കുട്ടികളൊക്കെ ആയിട്ട് ഭയങ്കര അടിപൊളിയായിരിക്കും. പിന്നെ കുട്ടികൾക്ക് ഏറ്റവും സന്തോഷം പുതുവസ്ത്രങ്ങൾ കിട്ടുന്നു, പുതിയ കളിക്കോപ്പുകൾ കിട്ടുന്നു. ഇതെല്ലാം വലിയ സന്തോഷമുള്ള കാര്യങ്ങളാണ്. കുട്ടികളെ സംബന്ധിച്ച് വെക്കേഷനാണ്, പുതിയ വസ്ത്രങ്ങൾ കിട്ടുന്നു, ഇതെല്ലാം സ്വീറ്റ്സ് കിട്ടുന്നു, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത്തം നക്ഷത്രത്തിൽ വെള്ളപ്പൂക്കൾ, ചിത്തിര നക്ഷത്രത്തിൽ ചുമപ്പ് അധികം വേണം. ചോതി നക്ഷത്രത്തിന് നരസിംഹത്തിൻ്റെയാണ് കുറച്ചും കൂടി ചുമപ്പിടാം. ചുമപ്പ് പല കളറും ആവാം, ചുമപ്പിന് പ്രാധാന്യം കൂടുന്നു. അത്രയോട് ചുമപ്പ് തന്നെയല്ല ഇടുന്നത്. വിശാഖം നക്ഷത്രത്തിന് ഇടുന്നത് എന്താണ്, ഡിഫറെൻറ്റ് കളേഴ്സ് ഉള്ള വർണ്ണശബളമായിരിക്കണം. അനിഴം നക്ഷത്രത്തിന് ശംഖുപുഷ്പം, നീല ശംഖുപുഷ്പം കൂടുതൽ ചേർത്തിട്ടാൽ നന്നായിരിക്കും. തൃക്കേട്ട നക്ഷത്രത്തിന് വീണ്ടും ഹരിതരമായ തുളസി, അതൊക്കെ നമുക്ക് ഇട്ടാൽ നന്നായിരിക്കും. തുളസിയൊക്കെ പച്ചയാണല്ലോ. മൂലം നക്ഷത്രത്തിന് മൂല തിരിച്ച് ഇടുന്നു, മൂലകൾ തിരിച്ചാണ് മൂല നക്ഷത്രത്തിന് ഇടുന്നത്. അപ്പോൾ മൂല നക്ഷത്രത്തിന് വരുമ്പോൾ അതിന് ഗണപതിയുടെ ഇത് കൊണ്ടാണ്. അപ്പോൾ അതിന് കുറച്ച് വെള്ളയും കുറച്ച് പല കളർ, ഡിഫറൻറ്റ് കളറിടാം. ഭഗവാൻ ഇഷ്ടമുള്ള കളർ ഇടാം. അടുത്ത പൂരാട നക്ഷത്രം കഴിയുമ്പോൾ അടിപൊളിയായിട്ട് ഇടണം. കാരണം ശുക്രനാണ് അതിൻ്റെ ദേവത. ശുക്രന് തൃപ്തിയാവുന്ന നല്ല മനോഹരമായിട്ട് കളങ്ങളൊക്കെ തിരിച്ച് മനോഹരമായിട്ട് പുറത്തേക്ക് ഇട്ട് തുടങ്ങുന്നു. അതായത് വീട്ടിൽ 2 കളം കൂടാതെ പടിക്ക് പുറത്തേക്ക് ഓരോ കളം ആഡ് ചെയ്ത് ഇടുന്നു. ഉത്രാടം വരുമ്പോഴേക്കും ഫുൾ കവറായിരിക്കണം, നല്ല ഏറ്റവും ഭംഗിയായിട്ടിടുന്നു. പടി വരെ നമ്മൾ ഗേറ്റിൻ്റെ പടി വരെ പൂക്കളമിടുന്നു. ഉത്രാടത്തിനാണ് വൈകുന്നേരം ഇതെല്ലാം ക്ലീനാക്കി വൃത്തിയായിട്ട് ചടം തളിച്ച് വെച്ച് അരി അരച്ച് മാവ് കൊണ്ട് അണിയുന്നു. അതിന് എളുപ്പത്തിൽ പഴയ കാലത്ത് അണിയാനായിട്ട് കിഴങ്ങിൻ്റെ ഇല, കാച്ചിലിൻ്റെ ഇലയൊക്കെ എടുത്താണ് അണിയുക. അപ്പോൾ ഒരു കൊഴുപ്പുണ്ടാവും. അങ്ങനെ നല്ല ഭംഗിയിൽ ഡിസൈനൊക്കെ അരച്ച് ഇട്ട് വച്ചേക്കും, ഇലയൊക്കെ ഇട്ട് വച്ചേക്കും. അതിൻ്റെ മീതാണ് തൃക്കാക്കരപ്പന വെച്ച് നമ്മൾ ഓണം കൊള്ളുന്നത്. തൃക്കാക്കരപ്പൻ എന്ന് പറയുമ്പോൾ പഴയ കാലങ്ങളിൽ നമ്മൾ വീട്ടിലുണ്ടാക്കും. ചെളിമണ്ണ് പറക്കി ഓരോ സ്ഥലത്ത് ചെളിമണ്ണ് കൊണ്ടുവന്ന് അതിന് തൃക്കാക്കരപ്പൻ ഉണ്ടാക്കും. അമ്മുമ്മ ഉണ്ടാക്കും, മുത്തിയമ്മ ഉണ്ടാക്കും, ഒരല്ലേ എന്ന് വേണ്ട പിള്ളേരുടെ കലാവിരുതുകൾ മുഴുവൻ അത് തീർക്കും. ഇപ്പോൾ ഒക്കെ റെഡിമെയ്ഡ് കിട്ടുന്നു, അതാരും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല. അപ്പം ഇതൊക്കെ ഉണ്ടാക്കി ആ തൃക്കാക്കരപ്പനെ നമ്മൾ
ഒരു ചുവന്ന മണ്ണൊക്കെ വെച്ച് വൃത്തിയാക്കി വച്ച് അതിനെ അരി അരച്ച് അതിൽ കാച്ചിലിൻ്റെ ഇലയോ കിഴങ്ങിൻ്റെ ഇലയോ കൊണ്ട് അതപ്പോൾ കൊഴുപ്പുണ്ടാവും. എന്നിട്ട് അതിന് അണിഞ്ഞു എന്ന് പറഞ്ഞാൽ വീടിൻ്റെ അടുക്കളയിലെല്ലാം അണിയും. കുട്ടികളുണ്ടെങ്കിൽ അവരെ കൈപ്പത്തി വാതിലുമ പതിപ്പിക്കും. അതിനൊരു ഓർമ്മ. അതൊക്കെ ചെയ്ത് വച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ വെളുപ്പിന് 4 മണിക്ക് തന്നെ ഓണം കൊള്ളുന്ന സമ്പ്രദായമാണ് ഉള്ളത്. അപ്പോൾ വെളുപ്പിന് 4 മണിക്ക് ഓണം കൊള്ളുമ്പോഴേക്ക് തലേദിവസം രാത്രി കിടക്കുന്നതിന് മുമ്പ് നമ്മൾ പൂവട ഉണ്ടാക്കി വയ്ക്കും. അട എല്ലാവർക്കും അറിയാം. അതിൽ അവസാനം ഉണ്ടാക്കുന്നൊരടയിൽ 2 തുമ്പപ്പൂ ഇട്ട് വയ്ക്കും. അതാണ് പൂവട എന്ന് പറയുന്നത്. ഈ അടയൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. രാവിലെ എഴുന്നേറ്റ് വീട്ടിലെ ഏറ്റവും തലമുതിർന്ന കാരണവരെ, ഏറ്റവും പ്രായമുള്ള ആൾ എഴുന്നേറ്റ് എന്ത് ചെയ്യുന്നു, കുളിച്ച് വന്ന് തേങ്ങ വെച്ചിട്ടുണ്ടാവും, സാധനങ്ങളൊക്കെ ഉണ്ടാവും. എന്നിട്ട് തൃക്കാക്കരപ്പനെ ഈ തുമ്പപ്പൂ കുടം കൊണ്ടൊക്കെ അണിയിച്ച് ഭംഗിയാക്കി അതിന് ദീപധൂപ ആരതിയൊക്കെ കൊടുത്ത് അട പഴം ഒക്കെ വച്ച് വിളക്ക് വച്ച് പൂജിക്കുന്നു. ആ തൃക്കാക്കരപ്പന വച്ച ശേഷം നമ്മൾ പടിക്ക് പുറത്തും ഒരു ചെറിയ വിളക്ക് വയ്ക്കുന്നു, അട വയ്ക്കുന്നു, ഇതൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യണെന്തിനാ? ഭഗവാൻ മഹാവിഷ്ണു വാമന രൂപത്തിൽ നമ്മുടെ വീട്ടിലേക്ക് കയറി വരികയാണ്. ഭഗവാനെ വരവേൽക്കാനായി ഓണം കൊണ്ട് സന്തോഷത്തോടെ ഭഗവാൻ വീട്ടിലേക്ക് കയറി വരുന്നു. ഈ ഓണം കൊണ്ട് തൃക്കാക്കരപ്പനൊന്നും അന്ന് മാറ്റാൻ പാടില്ല. 3-ാം ദിവസമേ മാറ്റാവൂ. 3-ാമത്തെ ദിവസം വെള്ളിയാഴ്ചയാണ് ഈ മാറ്റില്ല, പിറ്റേ ദിവസം മാറ്റും. അത് മാറ്റി വീണ്ടും സൂക്ഷിച്ചു വെച്ചിരുന്നാൽ അടുത്ത കൊല്ലം നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ തൃക്കാക്കരപ്പനൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെന്താണ്? അമ്പലത്തിൽ പോകുന്നു, തൊഴുന്നു, പിള്ളേർ ബഹളായി ഊഞ്ഞാലാടുന്നു, പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്നു. പിന്നെ അന്ന് 10-26 കൂട്ടം കറികളൊക്കെ ആയിട്ട് അടിപൊളി ഒരു സദ്യ ആയിരിക്കുന്നത്. പഴയ തറവാട്ടുകളിലേക്കാണ് അവിടെ പൂർവികന്മാർക്ക് കൊടുത്തിട്ടേ കഴിക്കുള്ളൂ. മറ്റേ നമുക്ക് ഇപ്പോഴത്തെ ജനറേഷൻ അതില്ല. ആ സദ്യ എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര സദ്യ ആയിരിക്കും. അത് കാണുമ്പോൾ തന്നെ ഉറക്കം വരും. അത് കാരണം അത്രയും മത്ത് പിടിക്കും നമുക്ക് കഴിച്ചു കഴിയുമ്പോൾ. അതായത് കാളനോലനെരിശ്ശേരി, പുളി ഇഞ്ചി തൈര്, സാമ്പാർ, അവിയൽ, തോരൻ, ഇങ്ങനെ എന്ത് വേണ്ട 10-26 കൂട്ടം കറികൾ, ഇല നിറച്ചും കറികളാണ്. നടുക്ക് കുറച്ച് ചോറേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊക്കെ കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് പായസം ഉണ്ടാവും. ഇതെല്ലാം കഴിച്ചു കഴിയുമ്പോൾ നമ്മളെല്ലാവരും വളരെ സന്തോഷത്തോടെ സംതൃപ്തിയോടെ ഇരിക്കുന്നു. പിന്നെ അന്ന് ഓണത്തിന് പരിപാടികൾ നടക്കുന്ന സ്ഥലങ്ങളുണ്ട്. കോലുകളി, കൈകൊട്ടിക്കളി, തിരുവാതിര കളി, ഇപ്പോൾ ഓരോ ഫങ്ഷനൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ പല വിധത്തെ കളി, ഊഞ്ഞാലാട്ടം, ഇതെല്ലാം നമ്മൾ അന്നത്തെ ദിവസം ചെയ്യുന്നു. അങ്ങനെ ഓണം സന്തോഷമായിട്ടും പിരിഞ്ഞു പോയി കഴിയുമ്പോൾ പിന്നത് ആവണി വിട്ടാണ് വരുന്നത്. അപ്പോൾ ഓണത്തെപ്പറ്റി ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഓണം എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ ഒരു ദിവസമാണ്. വളരെ സന്തോഷത്തോടെ മനോഹരമായി സന്തോഷമായി എല്ലാവരും ഓണക്കൊടികൾ കിട്ടാനായിട്ട് കാത്തിരിക്കുന്നു. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ കാത്തിരിക്കുന്നു. പുതിയ വിവാഹങ്ങൾ നടക്കുന്നു, പുതിയ വസ്ത്രങ്ങൾ കിട്ടുന്നു, പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നു എന്ന് വേണ്ട എല്ലാ പുതുവുകൾക്കും നല്ലൊരു ദിവസമാണ്, നല്ലൊരു മാസമാണ് ചിങ്ങമാസം. ആ ചിങ്ങമാസത്തിന് വരവേൽച്ചുകൊണ്ട് എല്ലാ നന്മകളും എല്ലാവർക്കും ദൈവം സർവീശ്വരൻ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ശ്രീരാം, ജയ് ഹനുമാൻ.